റമദാൻ ആയതുകൊണ്ട് തന്നെ മറ്റു പൊതുപരിപാടികളൊക്കെ തന്നെ കുറവായിരുന്നു. എന്നാൽ ഇനി അല്പം അത്തരം പ്രചരണ പരിപാടികൾക്കൊക്കെ കൂടുതൽ ഈ രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വയനാട്ടിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കൂടി സ്റ്റാർ ക്യാമ്പയിനർമാർ കൂടി ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികളൊക്കെ തന്നെയായിരിക്കും ഈ ജില്ലകളിൽ പരിസര പ്രദേശങ്ങളിലും ഈ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ നടക്കുക. ഏതായാലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു മന്ദത ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലേക്ക് തന്നെയാണ് ഈ സമീപ പ്രദേശത്തെ പാർലമെൻറ്റ് മണ്ഡലങ്ങളൊക്കെ തന്നെ കടക്കുന്നത്. ഏതായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികളെന്ന് പറയുന്നത് കോഴിക്കോട് വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടക്കുകയാണ്. ഇന്ന് 10 മണിക്ക് വനിതാ കമ്മീഷൻ റീജിയണൽ ഓഫീസിൽ വെച്ചായിരിക്കും സിറ്റിംഗ് നടക്കുക. മറ്റൊന്ന് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജില്ലാ കളക്ടർ ഒരു മാധ്യമപ്രവർത്തകരെ കാണുകയാണെന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇന്ന് കൈമാറും. ഇത്തരം പരിപാടികളാണ് പ്രധാനമായും ഈ ജില്ലയിൽ പരിപാടികളെന്ന് പറഞ്ഞ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് ഇന്നലെ ഈ താമരശ്ശേരിയിലുണ്ടായിരുന്ന ഗുണ്ട ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചിലപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനും കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുമുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ഇന്നലെ 1.5 വയസ്സുകാരി കോഴിക്കോട് മണിയൂരിൽ 1.5 വയസ്സുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയാണ് ജിൽസിയുള്ളത്. ശരി.